എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വി രാധാകൃഷ്ണൻ, ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ BMSൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. രാജ്യത്ത് തൊഴിലാളികൾക്ക് ചരിത്രപരമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 2025 നവംബർ 23 മുതൽ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച് പുനരാവിഷ്കരിച്ച് 4 കോഡുകളായി തിരിച്ച് ആ കോഡുകൾ പാർലമെൻറ്റിൽ പാസാക്കി ഇന്നലെ മുതൽ അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള തീരുമാനം കർശനമാക്കിയിരിക്കുന്നു. ഈ തീരുമാനത്തെ ഭാരതീയ മസ്ദൂർ സംഘം പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കണം, കാലഹരണപ്പെട്ട തൊഴിൽ നിയമങ്ങൾ മാറ്റം വരുത്തി പുനരാവിഷ്കരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കൂടുതൽ ഗുണകരമായ സമയബന്ധിതമായ നിയമത്തിൻ്റെ സംരക്ഷണവും സാമൂഹ്യവും ഉറപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ വേണമെന്ന് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ നിരവധി വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതിൻ്റെ തുടക്കമെന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്ത് 2ാം ലേബർ കമ്മീഷൻ രൂപീകരിച്ചു. ശ്രീ രവീന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിലുള്ള 2ാം ലേബർ കമ്മീഷൻ രാജ്യവ്യാപകമായിട്ട് തൊഴിലാളി സംഘടനകളെയും തൊഴിലാളികളെയും പൗരപ്രമുഖരെയും വ്യവസായികളെയും എല്ലാം തന്നെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്ത് 2ാം ലേബർ കമ്മീഷൻ്റെ സമഗ്രമായ റിപ്പോർട്ട് അന്ന് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. ആ 2ാം ലേബർ കമ്മീഷൻ ഏറ്റവും കാതലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമെന്ന് പറയുന്നത് രാജ്യത്തെ നിലവിലുള്ള കാലഹരണപ്പെട്ട അപ്രായോഗികമായ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള നിയമനിർമ്മാണം രാജ്യത്ത് അനിവാര്യമാണെന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി വർഷങ്ങളായിട്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. അങ്ങനെ രാജ്യത്തെ 44 തൊഴിൽ നിയമങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് 4 കോഡുകളായി തീരുമാനിച്ചു. വേജ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, ഓക്യുപ്പേഷണൽ സേഫ്റ്റി കോഡ് എന്ന 4 നിയമങ്ങൾ 4 കോഡുകളായി തിരിച്ചു. അത് പുതിയ നിലവിലുള്ള നിയമങ്ങളെ എഡിറ്റ് ചെയ്ത് പരിഷ്കരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് 4 കോഡുകളായി തിരിച്ചിട്ടുള്ളത്. നിലവിലുള്ള തൊഴിൽ നിയമം മൊത്തമായി മാറ്റുന്നുള്ള പ്രചരണം തെറ്റാണ്. അങ്ങനെ നിരവധി തലങ്ങളിൽ ഡ്രാഫ്റ്റ് കോഡുകൾ ഉണ്ടാക്കിയിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാനും തൊഴിലാളി സംഘടനകളുമായിട്ട് ഉടമ സംഘടനകളുമായിട്ട് പൗരപ്രമുഖരുമായിട്ട് വ്യവസായാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും നിരവധി ചർച്ചകൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് രാജ്യത്ത് വ്യാപകമായി നടക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ തന്നെ ഈ ഡ്രാഫ്റ്റ് പരിശോധിച്ച് അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ വയ്ക്കാനും ഭേദഗതി പറയാനെല്ലാം അവസരം രാജ്യത്ത് എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പൗരപ്രമുഖന്മാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചർച്ചകളിൽ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഡ്രാഫ്റ്റുകളിൽ കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു, ഭേദഗതി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം കോഡുകൾ 4 കോഡുകളും പാർലമെൻറ്റിൽ പാസാക്കി. ആ പാസാക്കിയ നിയമം സംസ്ഥാനങ്ങൾ റൂൾസ് എല്ലാം ഉണ്ടാക്കി 2025 നവംബർ 21 മുതൽ രാജ്യത്ത് നിലവിൽ വന്നായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഈ 4 കോഡുകളെ നടപ്പിലാക്കാൻ തീരുമാനിച്ച സർക്കാരിൻ്റെ നടപടിയെ ഭാരതീയ മസ്ദൂർ സംഘം പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഓക്യുപ്പേഷണൽ സേഫ്റ്റി കോഡിലും ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിലും ചില ഭാഗങ്ങളിൽ ചില പോരായ്മ BMS ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ സ്വീകരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചില തൊഴിലാളി സംഘടനകൾ ഈ കോഡുകളെ വിമർശിക്കുമ്പോൾ പൂർണ്ണമായി കോഡുകൾ തള്ളിക്കളയണം,
പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ലേബർ കോഡുകൾ, അതിന് ഡ്രാഫ്റ്റുകൾ, അതിന് ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുമ്പോൾ ആയതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനോ നിർദ്ദേശങ്ങൾ പറയാനോ ഭേദഗതി നിർദ്ദേശിക്കാനോ ഈ വിമർശിക്കുന്ന ഒരു തൊഴിലാളി സംഘം തയ്യാറായിട്ടില്ല. പാടെ തള്ളിക്കളയുകയും ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നേരായ രീതിയിലല്ല. അത് തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ട ഗുണകരമായ തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷിതമായ മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഈ കോഡുകൾ അനിവാര്യമാണ്. ചരിത്രപരമാണ് ഈ വേജ് കോഡും സോഷ്യൽ സെക്യൂരിറ്റി കോഡും. കാരണം രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ 1926 ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട്, 1948 ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട്, ബോണസ് ആക്ട്, മെറ്റേണിറ്റി ആക്ട്, ESA ആക്ട്, PF ആക്ട് തുടങ്ങിയ എല്ലാ നിലവിലുള്ള നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് നൂതനമായ രീതിയിലാണ് ഇത് എഡിറ്റ് ചെയ്ത് കോഡുകളാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭേദഗതികളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ പറയാതെ മാറി നിന്നുകൊണ്ട് കോഡുകൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ നിലപാട് ഒരു ശരിയായിട്ടുള്ള തീരുമാനമല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഈ കോഡ് നടപ്പിലാക്കുന്ന അവസരത്തിൽ പ്രായോഗികമായിട്ട് തൊഴിലാളികൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ പോരായ്മ പരിഹരിക്കാൻ മെക്കാനിസമുണ്ട്. കേന്ദ്രത്തിലെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയർമാനുള്ള കമ്മിറ്റി ഉണ്ടാവും, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയുടെ ചെയർമാൻഷിപ്പുള്ള കമ്മിറ്റികളുണ്ടാവും, ജില്ലാതലത്തിലുണ്ടാവും. എല്ലാ തലങ്ങളിലും ഈ കോഡുകളുടെ ഇംപ്ലിമെന്റേഷനും പ്രായോഗിക നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാനും പരിഹരിക്കാനുള്ള ബലവത്തായ ഒരു മെക്കാനിസം ഈ കോഡിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ എല്ലാം ഉണ്ടായിട്ടുള്ളത് സംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കാണ് കൂടുതൽ. രാജ്യത്തെ 50 കോടി തൊഴിൽ ശക്തിയിൽ 93% വരുന്ന തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വരുന്നതോടുകൂടി 93% വരുന്ന അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയും ചുമട്ട് തൊഴിലാളിയും മോട്ടോർ ഔട്ട്സോഴ്സ് തൊഴിലാളിയും പ്ലാന്റേഷൻ തൊഴിലാളി ഉൾപ്പെടെയുള്ള എല്ലാ മേഖല തൊഴിലാളികൾക്കും സാമൂഹ്യനീതി ഉറപ്പാക്കുക, സോഷ്യൽ സെക്യൂരിറ്റി ടു ആൾ, ഒരു യൂണിവേഴ്സൽ കവറേജിലായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി തൊഴിലാളി എന്ന നിർവചനത്തിൽ വരുന്ന എല്ലാവർക്കും ESAയും PFും ഗ്രാറ്റുവിറ്റിയും ബോണസും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്തെ തൊഴിലാളികൾ എടുക്കണം. 30 കോടി തൊഴിലാളികൾ ഈശ്വം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൊഴിലാളി എന്ന നിർവചനത്തിൽ വരുന്ന എല്ലാ മേഖല തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഈ കോഡുകളുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ സംഘം ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാളി സംഘടന നിലയിൽ, തൊഴിലാളികളോട് വിധേയത്വമുള്ള തൊഴിലാളി സംഘടനയിൽ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തൊഴിലാളി സംഘടനയിൽ എന്ന നിലയിൽ ഈ കോഡുകളെ വളരെ വിശദമായി പഠിച്ച് അപഗ്രഥനം ചെയ്ത് നിർദ്ദേശങ്ങൾ വെച്ച് ഭേദഗതി പറഞ്ഞുകൊണ്ട് ഫൈനൽ ഡ്രാഫ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ BMS ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തൊഴിലാളി സംഘടനകളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇത് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഇത് തൊഴിലാളികൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങൾ, ശമ്പളം സംബന്ധിച്ച്, ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച്, ബോണസ് സംബന്ധിച്ച്, അത് റിട്ടയർമെന്റ് ആനുകൂല്യം സംബന്ധിച്ച്, പെൻഷൻ സംബന്ധിച്ച് എല്ലാം തന്നെ രാജ്യത്തെ എല്ലാ മേഖല തൊഴിലാളികളെയും ഉൾക്കൊള്ളാനും രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും ഈ സാമൂഹ്യ സുരക്ഷ, ജോബ് സെക്യൂരിറ്റിയും വേജ് സെക്യൂരിറ്റിയും സോഷ്യൽ സെക്യൂരിറ്റിയും, എല്ലാ തൊഴിലാളികളും ഏറ്റവും കാതലായ പ്രശ്നമാണ്. ജോബ് സെക്യൂരിറ്റി ഉണ്ടാകണം, വേജ് സെക്യൂരിറ്റി ഉണ്ടാകണം, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകണം. ഈ 3 നിർദ്ദേശങ്ങളും ഈ കോഡുകളുടെ എല്ലാത്തും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ കോഡ് പൂർണ്ണമായി മനസ്സിലാക്കാനും ഈ കോഡ് ക്രിയാത്മകമായിട്ട് നിരവധി ചർച്ചകളിലൂടെ 4-5 വർഷം എടുത്ത് ചർച്ച ചെയ്ത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഈ നിയമം, ഈ കോഡുകൾ ഇന്നലെ മുതൽ നടപ്പിലാക്കിയത് സ്വാഗതം ചെയ്യുന്നു. തൊഴിലാളികൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കണം. വെബ്സൈറ്റുകളിലും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റുകളിലും ഈ കോഡുകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ഗുണകരമായിട്ടുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള, സംരക്ഷിതമായിട്ടുള്ള, വികസനോത്മകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത ഈ ഗവൺമെന്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പോരായ്മകളും പരിമിതികളും ഉണ്ടെങ്കിൽ അതാത് സമയത്ത് നമുക്ക് ഭേദഗതി വരുത്താം.
ഇന്ത്യൻ ഭരണഘടന നിരവധി പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഈ കോഡുകളെ സംബന്ധിച്ച് പ്രായോഗികമായി വരുമ്പോൾ എന്തെങ്കിലും പോരായ്മകളോ പരിമിതി ഉണ്ടെങ്കിൽ അതാത് സമയത്ത് പരിഹരിക്കാനും ഭേദഗതി വരുത്താനും പുനരാവിഷ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി തൊഴിലാളി സംഘടനകളുമായിട്ട് വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ കോഡുകളെ സംബന്ധിച്ചിട്ടുള്ള ഏത് പരാതികളും നമ്മൾ പരിഹരിക്കും. ആ രീതിയിൽ ഭാവാത്മകമായിട്ടും സർഗാത്മകമായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടെന്ന രീതിയിൽ ഈ കോഡുകൾ തൊഴിലാളികൾ മനസ്സിലാക്കി അതിൻ്റെ ഗുണഭോക്താവായിട്ട് അതിൻ്റെ ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ തൊഴിലാളി സംഘടനകളും തൊഴിലാളികളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഭാരത്.